പിക്ചർ സ്റ്റൈലിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ഒരുപാട് സെറ്റിങ്സ്. ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റുക. ഒന്ന് ഷാർപ്നെസ്, ആർട്ടിഫിഷ്യൽ ഷാർപ്നെസ്, ഡിജിറ്റൽ ഷാർപ്പനിങ് പറയുന്ന പരിപാടിയാണ്. രണ്ടാമത്തത് കോൺട്രാസ്റ്റ്, മൂന്നാമത്തത് സാച്ചുറേഷൻ, നാലാമത്തത് ടോൺ. ഈ 4 കാര്യങ്ങൾക്കും ഇതിൻ്റെ സ്ലൈഡർ നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ മാറ്റിമറിക്കാം. ഓട്ടോമാറ്റിക് പിക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനിൽ എത്രത്തോളം ഡീറ്റെയിൽസ് വരുന്നുണ്ട് അതിനനുസരിച്ച് ഈ ക്യാമറയുടെ പ്രോസസ്സർ അതിനൊരു പിക്ചർ സ്റ്റൈൽ, ആ സമയത്തേക്ക് ആവശ്യമായ ഒരു പിക്ചർ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫെയ്ത്ത്ഫുൾ, ന്യൂട്രൽ അങ്ങനെ പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മോണോക്രോം ഉണ്ടാവും. അതേപോലെ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പിക്ചർ സ്റ്റൈൽ ഉണ്ടാവും. ഇനി ലാസ്റ്റ് വരുന്ന 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം 1, കസ്റ്റം 2, കസ്റ്റം 3 എന്ന് പറഞ്ഞിട്ട് 3 സെറ്റിങ്സ് ആണ്. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ, നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു പിക്ചർ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഈ 3 ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി വേറൊരു കാര്യമുള്ള എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഒരു പിക്ചർ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന സ്ലൈഡറുകളൊക്കെ തന്നെ കാണിക്കും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് അതിൽ വേണമെങ്കിൽ ആ ലാൻഡ്സ്കേപ്പ് എന്നുള്ള ആ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ പിന്നീട് നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ഉപയോഗിക്കുന്ന ഒരാൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് ചിലപ്പം ഫോട്ടോയിൽ പ്രശ്നങ്ങൾ വരും. പക്ഷേ നിങ്ങൾ ഓൾറെഡി അത് എഡിറ്റ് ചെയ്ത കാര്യം അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഏത് പിക്ചർ പ്രൊഫൈലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അതായത് പിക്ചർ സ്റ്റൈലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് സാച്ചുറേഷൻ നമ്മൾ കംപ്ലീറ്റ് കുറക്കുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ കളർ തീരെ ഉണ്ടാവില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിരിക്കും കിട്ടുക. സാച്ചുറേഷൻ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും, എടുത്ത് കാണിക്കും ഭയങ്കരമായിട്ട്. ഓക്കെ, അതേപോലെ കോൺട്രാസ്റ്റ് തീരെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെയധികം കുറഞ്ഞു വരും, ഒരു പുക പിടിച്ചതുപോലെയുള്ള ഒരു ചിത്രമായി മാറും. കോൺട്രാസ്റ്റ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ പെയിൻറ്റ് വാരിത്തച്ച പോലെയുള്ള ഒരു സംഭവം ഉണ്ടാവും. പിന്നെ ഡിജിറ്റൽ ഷാർപ്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രെയിൻസ് വരാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്. അതുപോലെ ഓരോ ഒബ്ജക്റ്റിൻ്റെ എഡ്ജുകളുണ്ടല്ലോ, എഡ്ജിൽ ഒരു അഡീഷണൽ ഒരു ആർട്ടിഫിഷ്യൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഷാർപ്നെസ് കുറച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് ഇമേജ് ആയിട്ട് അത് തോന്നുകയും ചെയ്യും. ടോൺ എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലൂ കയറി വരും, റൈറ്റിലോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യെല്ലോ കയറി വരും. അത് ഓരോ ക്യാമറയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഇനി പിക്ചർ പ്രൊഫൈലിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു ധാരണയൊന്നും കിട്ടുന്നില്ല, ഇത് ഏതാണ് വേണ്ടതെന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ന്യൂട്രൽ എന്നുള്ള ഒരു പിക്ചർ പ്രൊഫൈൽ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ, ന്യൂട്രലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇമേജിൽ ഒരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യൽ എൻഹാൻസ്മെൻറ്റും അത് ചെയ്യുന്നില്ല. എന്താണോ നിങ്ങളുടെ സെൻസറിൽ പതിച്ചത് അത് ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ ന്യൂട്രൽ പ്രൊഫൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ JPEG ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പിക്ചർ പ്രൊഫൈൽ നിർബന്ധമായിട്ടും പ്രോപ്പറായിട്ടുള്ള പിക്ചർ സ്റ്റൈല് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സിറ്റുവേഷനും ഓരോ പിക്ചർ സ്റ്റൈല് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സീനറി ആണെങ്കിൽ അതിനകത്ത് കുറേ ഷാർപ്നെസ്സും സാച്ചുറേഷനും കൂടുതൽ വേണം. മുഖമാണെങ്കിൽ കുറച്ച് കോൺട്രാസ്റ്റ് കുറഞ്ഞിരിക്കണം. പിന്നെ ചില പടങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരുപാട് ഒബ്ജക്ട്സ് നിങ്ങളുടെ ഫ്രെയിമിലുണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് നിങ്ങളുടെ ഫ്രെയിമിലുണ്ടെങ്കിൽ ആ ചിത്രം ഒരു അട്രാക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നമ്മളത് നോർമലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റും. പിന്നെ സീപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊന്നുണ്ട്, അതൊരു വയലറ്റോ പിങ്ക് ഒക്കെ ആയിട്ടുള്ള ഒരു കളറിലേക്ക് മാറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്ത് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ പിക്ചർ സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കപ്പം പിക്ചർ സ്റ്റൈൽ മാറ്റിയിട്ട് വലിയ സംഭവങ്ങൾ ചെയ്യാൻ ഒരാഗ്രഹം ഇല്ലെങ്കിൽ ന്യൂട്രൽ എന്നുള്ള ഒരു പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഫ്രെയിമിൽ എന്താണ് കിട്ടുന്നത് ആസ് ഇറ്റ് ഈസ് അത് നിങ്ങളുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തോളും. പിന്നെ JPEGിൽ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും കറക്റ്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്തിരിക്കണം. വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരും നിർബന്ധമായിട്ടും കറക്റ്റ് പ്രൊഫൈൽ സെറ്റ് ചെയ്തിരിക്കണം. റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പിക്ചർ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എഡിറ്റിംഗ് ഡെസ്കിൽ വെച്ചിട്ട് അത് കറക്റ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ടെൻഷൻ ആവേണ്ടതില്ല. ഇത്രയാണ് പിക്ചർ സ്റ്റൈലിനെ കുറിച്ച് പറയാനുള്ളത്. പിക്ചർ സ്റ്റൈല് പ്രധാനമായിട്ട് നിങ്ങളുടെ ചിത്രങ്ങളിന് അതായത് പോസ്റ്റ് പ്രോസസ്സിന് മുമ്പായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ചിത്രം ഒരു കിടുവാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ പിക്ചർ സ്റ്റൈൽ. ഇത് ക്യാമറയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ടിന് ചുറ്റും ഒരു
ഒരു സൂര്യകാന്തി പൂ പോലെയുള്ള അതിൻ്റെ ഒരു അടയാളം പോലെയുള്ള ഒരു ഐക്കണാണ് നിങ്ങൾക്ക് കിട്ടുക. ഐക്കോണിലാണെങ്കിൽ ഐ മെനു എടുക്കുക, ക്യാനലിലാണെങ്കിൽ ക്യൂ മെനു എടുത്തിട്ട് അതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ചിഹ്നം കണ്ടുപിടിക്കുക. അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10ഓളം സ്റ്റൈലുകൾ, പിക്ചർ സ്റ്റൈലുകൾ കിട്ടും. ഓരോ പിക്ചർ സ്റ്റൈൽ ഇട്ടിട്ട് നിങ്ങൾ ഓരോ ഫോട്ടോസ് എടുത്തിട്ട് എന്താണ് അതിൽ ഡിഫറൻസ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ ക്യാമറ എടുത്തിട്ട് എന്താണ് ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ ഏകദേശം ഇത് പിക്ചർ സ്റ്റൈലൊക്കെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇതൊന്നും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ ഒരു വലിയൊരു സംഭവമായിട്ട് ബാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിലേക്ക് നിങ്ങൾ കൈ കടത്തിയിട്ടില്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിൽ കുഴപ്പമൊന്നും സംഭവിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരിശ്രമിച്ച് നോക്കുക. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രമാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.